ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും ഭാഗവത കഥയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ സ്കന്ധം 1-ലെ 10-ാമത്തെ കഥയാണ്. പരീക്ഷിത്തിൻ്റെ രാജഭരണവും ശൃംഗിയുടെ ശാപവും. രാജ്യതന്ത്രജ്ഞന്മാരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പരീക്ഷിത്തു മഹാരാജാവ് രാജഭരണം ആരംഭിച്ചു. ഉത്തരൻ്റെ മകളെ വിധിപ്രകാരം വിവാഹം ചെയ്തു. സുന്ദരിയായ അവളുടെ പേര് ഇരാവതി എന്നായിരുന്നു. അവർക്ക് ജനമേജയൻ തുടങ്ങിയ 4 പുത്രന്മാർ ജനിച്ചു. പരമഭാഗവതനായ പരീക്ഷിത്ത് മഹാരാജാവ് ഗംഗാതീരത്ത് വെച്ച് കൃപരെ ഗുരുവായി സ്വീകരിച്ചു. ബ്രാഹ്മണർക്ക് ധാരാളം ദ്രവ്യം ദക്ഷിണ നൽകി. ശ്രേഷ്ഠന്മാരെ പലതരം ദാനങ്ങൾ നൽകി സന്തോഷിപ്പിച്ചു. രാജ്യമെങ്ങും സർവത്ര ഐശ്വര്യം വിളയാടി. 3 അശ്വമേധയാഗങ്ങൾ ഗംഭീരമായി നടത്തി ദേവന്മാരെ പ്രീതിപ്പെടുത്തി പ്രസിദ്ധി സമ്പാദിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും ഭാഗവത കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഭാഗവതത്തിലെ സ്കന്ധം 1-ലെ 10-ാമത്തെ കഥയാണ്. പരീക്ഷിത്തിൻ്റെ രാജഭരണവും ശൃംഗിയുടെ ശാപവും. രാജ്യതന്ത്രജ്ഞന്മാരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പരീക്ഷിത്ത് മഹാരാജാവ് രാജഭരണം ആരംഭിച്ചു. ഉത്തരൻ്റെ മകളെ വിധിപ്രകാരം വിവാഹം ചെയ്തു. സുന്ദരിയായ അവളുടെ പേര് ഇരാവതി എന്നായിരുന്നു. അവർക്ക് ജനമേജയൻ തുടങ്ങിയ 4 പുത്രന്മാർ ജനിച്ചു. പരമഭാഗവതനായ പരീക്ഷിത്ത് മഹാരാജാവ് ഗംഗാതീരത്ത് വെച്ച് കൃപരെ ഗുരുവായി സ്വീകരിച്ചു. ബ്രാഹ്മണർക്ക് ധാരാളം ദ്രവ്യം ദക്ഷിണ നൽകി. ശ്രേഷ്ഠന്മാരെ പലതരം ദാനങ്ങൾ നൽകി സന്തോഷിപ്പിച്ചു. രാജ്യമെങ്ങും സർവത്ര ഐശ്വര്യം വിളയാടി. 3 അശ്വമേധയാഗങ്ങൾ ഗംഭീരമായി നടത്തി ദേവന്മാരെ പ്രീതിപ്പെടുത്തി പ്രസിദ്ധി സമ്പാദിച്ചു. ഹവിർഭാഗം സ്വീകരിക്കുവാൻ ദേവന്മാർ നേരിട്ട് വന്ന് എല്ലാവരെയും അനുഗ്രഹിച്ചു. രാജാവ് പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് ദിഗ്വിജയത്തിന് പുറപ്പെട്ട കാലം. ഒരിടത്ത് മർദ്ദനമേറ്റ് ഒരു കാളയും പശുവും ദുഃഖിതരായി കിടക്കുന്നത് കണ്ടു. അവർ പരസ്പരം സംസാരിച്ചുകൊണ്ട് വേദനകൾ പങ്കുവയ്ക്കുകയായിരുന്നു. ആരാണവർ? രാജാവ് ആരാഞ്ഞു. കാളയുടെ രൂപമെടുത്തു കിടക്കുന്നത് ധർമ്മമാണ്. ഒറ്റക്കാൽ കൊണ്ട് നിൽക്കാൻ വിഷമിച്ച് അവൻ കിടക്കുന്നു. രാജാവിൻ്റെ വേഷം കെട്ടിയ ശൂദ്രൻ അവനെ അടിച്ചു ഭയപ്പെടുത്തുന്നു. അവൻ്റെ ചവിട്ടേറ്റ് കണ്ണുനീരൊഴുക്കി കിടക്കുന്ന പശു ഭൂമിയാണ്. കലിയുടെ ഉപദ്രവം സഹിച്ചുകൊണ്ട് ഭൂമിദേവിയും ധർമ്മവും അവശരായി കിടക്കുന്നത് കണ്ടപ്പോൾ മഹാരാജാവിന് രസിച്ചില്ല. അദ്ദേഹം കുപിതനായി കപടശൂദ്രനോട് ചോദിച്ചു, നീ ആരാണ്? എൻ്റെ രാജ്യത്ത് വന്ന് പാവങ്ങളെ ദ്രോഹിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നിരപരാധികളെ ദ്രോഹിക്കുന്ന നിന്റെ കൈകൾ ഞാൻ വെട്ടിക്കളയും. ദുഷ്ടനിഗ്രഹം ചെയ്യേണ്ടത് രാജാവിൻ്റെ കടമയാണ്. ധർമ്മത്തെയും ഭൂമിയെയും ആശ്വസിപ്പിച്ചുകൊണ്ട് കലിയെ കൊല്ലുവാൻ തന്നെ തീരുമാനിച്ച് രാജാവ് ആയുധം കയ്യിലെടുത്ത് മുന്നോട്ട് കുതിച്ചു. കലിക്ക് കാര്യം മനസ്സിലായി. രാജാവ് അതിശക്തനാണ്. കപടവേഷം ഉപേക്ഷിച്ച് അവൻ രാജാവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം വീണു. കരുണവത്സലനായ ചക്രവർത്തിയുടെ മനസ്സലിഞ്ഞു. ജ്വലിച്ചു നിന്ന രോഷം മുഖത്തു നിന്ന് അപ്രത്യക്ഷമായി. മനസ്സ് പ്രസന്നമായപ്പോൾ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. കലിയുടെ ജീവൻ അപഹരിക്കേണ്ടെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അവനെ കൈപിടിച്ചെഴുന്നേൽപ്പിച്ചു. കലിക്ക് ഒന്നും മനസ്സിലായില്ല. അവൻ തലകുനിച്ചു നിന്നു. അർജുനന്റെ യശസ് നിലനിർത്തുന്ന രാജാവിൻ്റെ പ്രവൃത്തി ശ്രേഷ്ഠം തന്നെ. പാണ്ഡവരുടെ കീർത്തി പുലർത്തുന്നതിൽ ശ്രദ്ധ കാണിച്ചതിന് നന്ദിയുണ്ട്. ഇനി ഭയം വേണ്ട. പക്ഷേ ഒരു കാര്യം നിർബന്ധമാണ്. അതെന്താണെന്നറിയാൻ കലിക്ക് ധൃതിയായി. നീ അധർമ്മത്തെ വളർത്തുന്നവനാകയാൽ എൻ്റെ രാജ്യത്ത് താമസിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇവിടെ ലോഭം, അസത്യം, മോഷണം തുടങ്ങിയ അധർമ്മങ്ങൾ രാജവേഷം ധരിച്ച് വർത്തിക്കുന്നത് കാണാൻ എനിക്ക് ശക്തിയില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവനും അസത്യം പറയുന്നവനും ഈ ബ്രഹ്മവർത്തത്തിൽ താമസിക്കുവാൻ പാടില്ല. ഇവിടെയുള്ള മഹാത്മാക്കൾ ഭഗവാനെ യജ്ഞങ്ങൾ ചെയ്ത് സേവിക്കുന്നവരാണ്. അവർക്ക് കലിയുടെ സാമീപ്യം ആപത്തുകൾ വരുത്തും. ശാന്തിയും സമാധാനവും നഷ്ടപ്പെടും. പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ കലിക്ക് ഭയം വർദ്ധിച്ചു. എവിടെ താമസിക്കണം? എവിടെ ചെന്നു നോക്കിയാലും അമ്പും വില്ലും ധരിച്ചു നിൽക്കുന്ന അങ്ങ് നാടിനും നാട്ടാർക്കും സംരക്ഷണം നൽകുന്നതായി കാണുന്നു. അതുകൊണ്ട് താമസിക്കുവാനുള്ള സ്ഥലം കാട്ടിത്തന്നാലും അവിടെ താമസിച്ചു കൊള്ളാം. അനുസരണയോടെ കലി അറിയിച്ചു.
ചൂതുകളി, മദ്യപാനം, സ്ത്രീസേവ, പ്രാണഹിംസ എന്നിവ നടമാടുന്ന അധർമ്മ സ്ഥലങ്ങളിലൊക്കെ നിനക്ക് താമസിക്കുവാൻ അനുവാദം തന്നിരിക്കുന്നു. രാജാവ് കലിക്ക് അനുജ്ഞ നൽകി. എന്നാൽ കലി അതുകൊണ്ട് തൃപ്തനായില്ല. വീണ്ടും തൻ്റെ ആവാസഭൂമിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ രാജാവിനോട് യാചിച്ചു. അപ്പോൾ സ്വർണം കൂടി കലിയുടെ ആവാസഭൂമിയായി രാജാവ് കൽപ്പിച്ചു കൊടുത്തു. ഉത്കൃഷ്ടം ആഗ്രഹിക്കുന്നവൻ ഈ 5 നിന്നും വിട്ടുനിൽക്കാനും നിഷ്കർഷിച്ചു. കാളയുടെ നഷ്ടപ്പെട്ടുപോയ തപസ്, ശൗചം, ദയ എന്നീ 3 പാദങ്ങളും വീണ്ടും ഉറപ്പിച്ചു. ഭൂമിയെ ആശ്വസിപ്പിച്ച് പൂർവാധികം പുഷ്ടിപ്പെടുത്തി. യോഗ്യനായ പരീക്ഷിത്ത് മഹാപ്രസ്ഥാനം ആഗ്രഹിക്കുന്ന ധർമ്മപുത്രൻ നൽകിയ ഹസ്തിനപുരത്തിൽ കീർത്തിയോടെ രാജ്യം ഭരിച്ചുകൊണ്ട് പ്രജാതൽപരനായി വാണു. ശ്രീകൃഷ്ണന്റെ കാലം കഴിയുന്നതുവരെ രാജ്യത്ത് ഒരു അനർത്ഥവും ഉണ്ടാകുവാൻ കലിക്കായില്ല. എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതാരലീലകൾ ഉപേക്ഷിച്ച് ഭൂലോകം വിട്ടപ്പോൾ അധർമ്മിയായ കലി രാജ്യത്ത് പ്രവേശിച്ച് ഉപദ്രവങ്ങൾ സൃഷ്ടിക്കാൻ ആരംഭിച്ചു. ഒരു ദിവസം പരീക്ഷിത്തു മഹാരാജാവ് വനത്തിലേക്ക് നായാട്ടിന് പുറപ്പെട്ടു. മൃഗങ്ങളെ നായാടി നടന്ന് ക്ഷീണിച്ചു. വല്ലാത്ത വിശപ്പും ദാഹവും. ജലാശയം അന്വേഷിച്ച് കുറേ ദൂരം സഞ്ചരിച്ചു. ഒടുവിൽ ശമീകാശ്രമത്തിൽ എത്തിച്ചേർന്നു. ചുറ്റും കണ്ണോടിച്ചു. അന്തേവാസികൾ ആരുമില്ല. നടത്തളത്തിൽ ധ്യാനനിരതനായി കണ്ണുമടച്ച് ഒരു മഹർഷി തപസ്സു ചെയ്യുന്നു. ആരാണത് മനസ്സിലായില്ല. അടുത്തു ചെന്നു. രാജാവ് വരണ്ട തൊണ്ടയോടെ മഹർഷിയോടെ ജലം യാചിച്ചു. മുനി കണ്ണു തുറന്നില്ല. രാജാവ് ശബ്ദമുണ്ടാക്കാതെ മുനിയെ വിളിച്ചു. എന്നിട്ടും മുനി ഒന്നും മിണ്ടിയില്ല. മുനിക്ക് ബാഹ്യബോധം ഇല്ലായിരുന്നു. വീണ്ടും വിളിച്ചു. ഫലമില്ല. രാജാവിൻ്റെ കണ്ണുകൾ ചുവന്നു. കോപം പൂണ്ടു വിറച്ചു. മുനി തന്നെ അപമാനിക്കുകയാണോ? ഇരിക്കാൻ ഇരിപ്പിടമോ കാൽ കഴുകാൻ ഇത്തിരി വെള്ളമോ സ്വാഗതമായി ഒരു വാക്കോ നൽകാനുള്ള മര്യാദ പോലും കാണിച്ചില്ല. അതിഥി ആരാണെന്ന് ചോദിക്കാനുള്ള വകതിരിവ് കാണിക്കാത്ത ഇവനെ വെറുതെ വിടുന്നത് ശരിയല്ല. രാജാവിന് പോലും ഇതാണ് അനുഭവമെങ്കിൽ അവൻ തീർച്ചയായും അഹങ്കാരി തന്നെയാണ്. രാജാവിന് കോപം ഇരട്ടിച്ചു. ക്ഷത്രിയന്മാർ വിഡ്ഢികളല്ല. അവർക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്ന് അറിയിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. രാജാവ് അവിടെ നിന്നും പുറത്തു കടന്നു. ചത്തുകിടക്കുന്ന ഒരു പാമ്പിനെ വില്ലുകൊണ്ട് തോണ്ടി എടുത്ത് മഹർഷിയുടെ കഴുത്തിൽ മാല പോലെ ഇട്ട് അവിടെ നിന്നും മടങ്ങി. ആശ്രമ പരിസരത്ത് മറ്റു കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരുന്ന മുനികുമാരൻ ശൃംഗി വാർത്ത കേട്ടറിഞ്ഞ് പിതാവിൻ്റെ അടുത്തെത്തി. തൻ്റെ പിതാവിനെ അപമാനിച്ച രാജാവിൻ്റെ ധിക്കാരം കണ്ട് അവൻ അമ്പരന്നു. ധർമ്മലംഘകനായ രാജാവിനെ ശിക്ഷിക്കുവാൻ തന്നെ മുനിപുത്രൻ തീരുമാനിച്ചു. കൗശകി നദിയിൽ ഇറങ്ങിക്കുളിച്ചു. ആചമിച്ച് കൈക്കുമ്പിൽ നിറയെ വെള്ളമെടുത്ത് പരീക്ഷത്തിനെ ശപിച്ചു. ശാപവചനം രാജാവിൻ്റെ ചെവിയിൽ തുളച്ചു കയറി. എൻ്റെ ആഗ്രഹമനുസരിച്ച് കുലനാശകനും പിതൃദ്രോഹിയുമായ രാജാവിനെ ഇന്നേക്ക് 7-ാം ദിവസം തക്ഷകൻ കടിച്ച് മരിക്കാൻ ഇടയാകട്ടെ. മഹാരാജാവ് ഞെട്ടി. ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്ര കടുത്തതായിരുന്നു ആ ശാപവചനം. മുനികുമാരൻ ആശ്രമത്തിലെത്തി. പിതാവിൻ്റെ കഴുത്തിൽ ചത്ത പാമ്പ് കിടക്കുന്നത് കണ്ട് ദുഃഖിതനായി വാവിട്ടു കരഞ്ഞു. മുനി കണ്ണു തുറന്നു. കഴുത്തിൽ കിടക്കുന്ന ചത്ത പാമ്പിനെ എടുത്ത് ദൂരേക്ക് എറിഞ്ഞു. പുത്രനോട് ദുഃഖകാരണം ആരാഞ്ഞു. ബാലൻ നടന്ന കഥകളെല്ലാം പിതാവിനെ അറിയിച്ചു. രാജാവ് ശാപത്തിന് അർഹനല്ലെന്നായിരുന്നു മഹർഷിയുടെ അഭിപ്രായം. നിസ്സാരമായ ഒരു തെറ്റിന് ഒരിക്കലും കടുത്ത ശിക്ഷ നൽകരുതെന്നും പിതാവ് ഉപദേശിച്ചു. ഈശ്വരാംശമായ രാജർഷിയെ സാധാരണ മനുഷ്യർക്ക് തുല്യനായി കരുതരുത്. പ്രജകൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്നത് രാജാവിൻ്റെ മഹത്വം കൊണ്ടാണെന്നറിയുക. 3 അശ്വമേധം ചെയ്ത രാജർഷിയാണ് അദ്ദേഹം. വിശപ്പും ദാഹവും നിമിത്തം ക്ഷീണിതനായ അദ്ദേഹം ശാപത്തിന് അർഹനല്ല. രാജാവ് ചെയ്യാൻ പാടില്ലാത്ത ദ്രോഹം ചെയ്തിട്ടും പുത്രൻ ചെയ്ത അപരാധത്താൽ മുനി പശ്ചാത്താപവിവശനായി. മഹാമുനിയുടെ ആ വലിയ മനസ്സിനു മുൻപിൽ നമുക്ക് നമിക്കാം. താൻ ചെയ്ത നീചപ്രവൃത്തിയെപ്പറ്റി ചിന്തിച്ച് രാജാവ് ദുഃഖിതനായി തീർന്നു. മഹാപാപം നിമിത്തം വലിയ ആപത്തുണ്ടാകും. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ തന്നെയാണ് തനിക്ക് ലഭിച്ചത്. ഇനി ഒരിക്കലും അപ്രകാരം ചെയ്യാതിരിക്കാൻ അത് ഉപകരിക്കട്ടെ. മഹാമുനിയുടെ കോപാഗ്നിയിൽ തൻ്റെ സർവസ്വവും ദഹിക്കട്ടെ. അത് വരും തലമുറയ്ക്ക് ഒരു പാഠമായി തീരട്ടെ. രാജാവ് ചിന്തയിലാണ്ടു. മുനിപുത്രൻ്റെ ശാപമനുസരിച്ച് 7-ാം ദിവസം താൻ മരിക്കും. അത്യാസക്തന് പോലും പെട്ടെന്ന് വൈരാഗ്യമുണ്ടാക്കുന്ന തക്ഷകന്റെ വിഷാഗ്നിയെ ഒരു അനുഗ്രഹമായി കരുതുന്നു. എല്ലാവിധ ഭൗതികാസക്തികളും വെടിഞ്ഞ് ശുദ്ധഹൃദയനായി ശ്രീകൃഷ്ണന്റെ പാദങ്ങൾ ധ്യാനിച്ച് രാജാവ് ഗംഗാതീരത്ത്
പ്രായോപവേശം ചെയ്യുവാൻ തീരുമാനിച്ചു. മഹാത്മാക്കളായ ധാരാളം മുനീശ്വരന്മാരും ദേവർഷിമാരും രാജർഷിമാരും രാജാവിനെ ദർശിക്കാൻ ശിഷ്യന്മാരോടൊപ്പം അവിടെ എത്തിച്ചേർന്നു. അവരിൽ അത്രി, വസിഷ്ഠൻ, ച്യവനൻ, ശരദ്വാൻ, അരിഷ്ടനേമി, അങ്കിരസ്, പരാശരൻ, വിശ്വാമിത്രൻ, ഭരദ്വാജൻ, അഗസ്ത്യൻ, ദ്വൈപായനൻ, നാരദൻ തുടങ്ങിയവർ ഉണ്ടായിരുന്നു. അവരെല്ലാവരും രാജാവ് പൂജിച്ച് ശിരസാ വന്ദിച്ചു. താൻ ദുഷ്കർമ്മം ചെയ്തവനാണ്, എന്നിട്ടും ഭഗവാൻ ശാപരൂപത്തിൽ അനുഗ്രഹിച്ചു. അത് ഞാൻ പ്രസന്നനായി സ്വീകരിക്കുന്നു. തക്ഷകൻ തന്നെ കടിച്ചുകൊള്ളട്ടെ. നിങ്ങളെല്ലാവരും വൈഷ്ണവഗാഥ പാടി എന്നെ കേൾപ്പിച്ചാലും. കൂടിയിരിക്കുന്ന മഹാത്മാക്കളോട് രാജാവ് പ്രാർത്ഥിച്ചു. വിഷ്ണുഗാഥകൾ സർവത്ര മുഴങ്ങി. ഗംഗാനദിയുടെ തെക്കേക്കരയിൽ രാജാവിനോടൊപ്പം ധാരാളം പേർ ഈശ്വരഹിതം മാനിച്ചിരുന്നു. യഥാവിധി ദർഭ വിരിച്ചു. രാജാവ് പുത്രനെ അനുഗ്രഹിച്ച് രാജഭാരമേൽപ്പിച്ച് മനസ്സ് ഭഗവാനിൽ സമർപ്പിച്ച് വടക്കോട്ടു നോക്കിയിരുന്നു. ദേവന്മാർ രാജാവിനെ പ്രശംസിച്ച് പൂമാരി തൂകി ദുന്ദുഭിവാദ്യം മുഴക്കി. ഗംഗാനദീ തീരത്ത് വന്നെത്തിയ മഹർഷിമാരെല്ലാം രാജാവ് വിഷ്ണുപദം പ്രാപിക്കുന്നതുവരെ അവിടെ തന്നെ കഴിഞ്ഞുകൂടുവാൻ തീരുമാനിച്ചു. മരണകാലത്ത് എന്തു ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും രാജാവിനോട് വിസ്തരിച്ചു പറഞ്ഞുകൊടുക്കുവാൻ ഒരുങ്ങി. അപ്പോഴാണ് വ്യാസപുത്രനായ ശുഗൻ അവിടെ അവധൂതനെപ്പോലെ എത്തിച്ചേർന്നത്. കൂടെ ധാരാളം കുട്ടികളും സ്ത്രീകളുമുണ്ട്. ബാലന് 16 വയസ്സേ പ്രായമുള്ളൂവെങ്കിലും ജ്ഞാനിയും ഭഗവാനെപ്പോലെ നീലമേഘ ശ്യാമളനുമായി ശോഭിച്ചു. ചിഹ്നങ്ങളറിയുന്ന ഋഷിശ്രേഷ്ഠന്മാർക്ക് ഭഗവാൻ ശുഗനെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. അവർ പരീക്ഷത്തിനോടൊപ്പം എഴുന്നേറ്റ് നമസ്കരിച്ച് സൽക്കരിച്ചു പൂജിച്ചു. സംശയങ്ങൾക്കെല്ലാം മറുപടി നൽകി ശ്രീശുഗൻ രാജാവിനെ അനുഗ്രഹിച്ചു. മരണാസന്നനായ വ്യക്തിയുടെ കർത്തവ്യങ്ങളെല്ലാം രാജാവ് വ്യാസപുത്രനിൽ നിന്ന് മനസ്സിലാക്കി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനി അടുത്ത ഒരു കഥയുമായി നമുക്ക് നാളെ കാണാം. ഹരേ കൃഷ്ണ.